വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ നമ്മുടെ സ്റ്റാർട്ടിംഗ് മുതലുള്ള ക്ലാസ്സുകൾ കണ്ട് ചാനലിനോടൊപ്പം ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളിൽ ഈ ഒരു എക്സാം എഴുതുന്നവരിൽ ഒരുപാട് പേര് അക്കൗണ്ടിങ് ബേസിക് നോളജ് ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മളിപ്പോൾ എടുത്തു നിർത്തിയിരിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വരെയാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് മുതൽ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഏകദേശം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിലും നമുക്ക് വിട്ടുപോയിട്ടുള്ള നിങ്ങളുടെ സിലബസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സാം വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കൗണ്ടിങ് ക്ലാസ്സിന് വേണ്ടിയിട്ട്, അക്കൗണ്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ട്രെൻഡ് പെർസെൻറ്റേജ് അനാലിസിസ് ആണ് നോക്കാനുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മൾ ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് കോമൺ മെഷർമെൻറ്റ് അനാലിസിസ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് ട്രെൻഡ് പെർസെൻറ്റേജസ് അനാലിസിസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. The analysis is an important tool of horizontal financial analysis. This analysis enables to know the changes in the financial function and operating efficiency between the time period chosen. ട്രെൻഡ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പം നമുക്ക് എന്താണ് ഒരു പ്രത്യേക ഒരു ഫിനാൻഷ്യൽ, അതായത് ഒരു ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഫിനാൻഷ്യൽ ഫങ്ഷൻ ചേഞ്ചസ് കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈം പീരിയഡ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം പീരിയഡിൽ എത്രത്തോളം ഓപ്പറേഷണൽ എഫിഷ്യൻസി ഒരു ഫേമിന് വരുന്നുണ്ട് എന്നുള്ളതാണ് ട്രെൻഡ് പെർസെൻറ്റേജ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ബൈ സ്റ്റഡിങ് ദ ട്രെൻഡ്സ് ഓഫ് ഈച്ച് ഐറ്റം വി ക്യാൻ നോ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ആൻഡ് ബേസ്ഡ് അപ്പോൺ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ചസ് ദ ഒപ്പീനിയൻ ക്യാൻ ബി ഫോംഡ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ചേഞ്ചസ് അറൈസ് ചെയ്യുന്നുണ്ട് ഓരോ വർഷത്തിലും, അതിനനുസരിച്ചാണ് നമുക്കൊരു ഒപ്പീനിയൻ ഫോം ചെയ്യാൻ പറ്റുന്നത്. This method is helpful in making a comparative study of financial statement of several years. പല വർഷങ്ങളിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് കമ്പയർ ചെയ്യാം. അണ്ടർ ദിസ് മെത്തേഡ് ട്രെൻഡ് പെർസെൻറ്റേജ് ആർ കാൽക്കുലേറ്റഡ് ഫോർ ഈച്ച് ഐറ്റം ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ട്രെൻഡ് പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ബേസ് ഇയർ ആയിട്ട് നമ്മൾ 100 ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്വേർഡ് ഓർ ഡൗൺവേർഡ് ട്രെൻഡ് നമുക്ക് ഫിനാൻഷ്യൽ ഡാറ്റാസിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Then calculation of trend ratio. The accounting principles and practices must be followed constantly over the period for which the analysis is made. That is necessary to maintain consistency and comparability. Then the base year selected should be normal and representative year. Every item in the base statement should be 100 ആയിരിക്കും. The trend percentage should be calculated only for those items which have logical relationship with one another. Trend ratio of each item in the statement is calculated with reference to the same item in the base statement by using the following formula. നമ്മൾ എങ്ങനെയാണ് ട്രെൻഡ് റേഷ്യോ കാണുന്നത്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഐറ്റം ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് അണ്ടർ ദ സ്റ്റഡി ഡിവൈഡഡ് ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ സെയിം ഐറ്റം ഇൻ ദ ബേസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റു 100. ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി സ്റ്റഡീഡ് ആഫ്റ്റർ കൺസിഡറിങ് അബ്സല്യൂട്ട് ഫിഗേഴ്സ് ഓൺ വിച്ച് ദീസ് ആർ ബേസ്ഡ്. To make the comparison meaningful, trend percentages of the current year should be adjusted with the level of changes compared for the base year. ഇപ്പോൾ കറൻറ്റ് ഇയറിനെയും ബേസ് ഇയറിനെയുമാണ് നമ്മളിവിടെ ട്രെൻഡ് റേഷ്യോ കാണുന്ന സമയത്ത് കമ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തു വെക്കാം. ദെൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് ട്രെൻഡ് പെർസെൻറ്റേജ് അനാലിസിസ് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫണ്ടിൻ്റെ ഫ്ലോയാണ് ഇവിടെ ആനലൈസ് ചെയ്യുന്നത്. എത്ര ഫണ്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, സോഴ്സസ് ഓഫ് ഫണ്ട് വിത്തിൻ the firm or outside the firm. This statement is prepared in order to reveal clearly the various sources wherefrom the funds are procured to finance the activities of a business concern during the accounting period, and also brings to highlight the uses to which these funds are put during said period.
അപ്പോൾ എത്ര ഫണ്ടാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഫിനാൻസ് ആക്ടിവിറ്റീസിന് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിൻ്റെ ഫ്ലോയാണ് ഇവിടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ക്ലിയർലി ദ വേരിയസ് ഐറ്റംസ് ഓഫ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ടൂൾ ഫോർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഈസ് വെരി ഹെൽപ്ഫുൾ ഇൻ ദ ഇവാലുവേഷൻ ഓഫ് കറൻറ്റ് ലിക്വിഡിറ്റി ഓഫ് എ ബിസിനസ് കൺസേൺ. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിന് വേണ്ട ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ നെറ്റ് ചേഞ്ചസ് ഇൻ ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് ബിറ്റ്വീൻ ടു സ്പെസിഫൈഡ് ഡേറ്റിൽ വരുന്ന ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ, ഒരു ഫേമിൻ്റെ നെറ്റ് ചേഞ്ച് കാണുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം കറൻറ്റ് അസറ്റ് ആൻഡ് കറൻറ്റ് ലയബിലിറ്റീസ് ഓഫ് ദ സെറ്റ് ഡേറ്റ്. അപ്പം കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് നമുക്കിവിടെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് വരുന്നത്. ദെൻ റേഷ്യോ അനാലിസിസ്. ഇറ്റ് ഈസ് ഡൺ ടു ഡെവലപ്പ് മീനിങ്ഫുൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഓർ ഗ്രൂപ്പ് ഐറ്റംസ് യൂഷ്വലി ഷോൺ ഇൻ ദ പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിഷ്ഡ് ബൈ ദ കൺസേൺ. പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഐറ്റംസ് ഓർ ഗ്രൂപ്പ് ഐറ്റം. എൻ അക്കൗണ്ടിംഗ് റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു ഇൻ്റർ റിലേറ്റഡ് അക്കൗണ്ടിംഗ് ഫിഗേഴ്സ് ആസ് ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ്, കറൻറ്റ് അസറ്റ് ടു കറൻറ്റ് ലയബിലിറ്റി. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും റേഷ്യോസ് കാണാൻ പറ്റും. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാണാം, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണാം. അങ്ങനെ ഒരുപാട് റേഷ്യോസ് നമുക്കിത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നതിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കോമൺ മെഷർമെൻറ്റ് അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് ട്രെൻഡ് പെർസെൻറ്റേജ് അനാലിസിസ് പഠിച്ചു. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? fund flow statement, then cash flow statement, statement of changes in working capital and ratio analysis. These are the financial statements. Then we can see what are the limitations of preparing this financial statement analysis. First one is historical nature of financial statement. അപ്പോൾ ഇവിടെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലാണ്. ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ പാസ്റ്റ് പീരിയഡ്. Past can never be precise and infalling index of the future and can never be 100% helpful for future forecast and planning. ഈ പാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അക്യുറേറ്റ് ആവണം എന്നില്ല, അല്ലേ? ഫ്യൂച്ചർ ഫോർകാസ്റ്റിന് ഇത് യൂസ്ഫുൾ ആവണമെന്നില്ല. സോ ഫസ്റ്റ് ലിമിറ്റേഷൻ ഈസ് ഹിസ്റ്റോറിക്കൽ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ജഡ്ജ്മെൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ജഡ്ജ്മെൻറ്റ്. ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിഗേഴ്സ്. The reliability of analysis depends on reliability of the figures of the financial statement under scrutiny. The entire working of analysis will be vitiated by manipulations in the outcome statement, window dressing in the balance sheet, questionable procedures adopted by the accountant for valuation of fixed asset on such other factors. ഇപ്പോൾ റിലയബിലിറ്റി ഓഫ് ഫിഗേഴ്സ് ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡേറ്റാസ് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല എപ്പോഴും. അതിൽ മിസ്റ്റേക്ക് അറൈസ് ചെയ്യാം, അല്ലേ? ദെൻ സിംഗിൾ ഇയർ അനാലിസിസ് ഈസ് നോട്ട് മച്ച് വാല്യുബിൾ ആൻഡ് യൂസ്ഫുൾ. നമ്മളൊരു സിംഗിൾ ഇയർ അനാലിസിസ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഇറ്റ് വിൽ നോട്ട് ബി അഡ്വൈസബിൾ ടു ഡിപ്പെൻഡ് ഫുള്ളി ഓൺ സച്ച് അനാലിസിസ്. അപ്പോൾ ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ഇത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നില്ല. ദെൻ റിസൾട്ട്സ് മേ ഹാവ് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻ. പല ഇൻ്റർപ്രിറ്റേഷനാണ് ഈ റിസൾട്ടിനെ അറൈസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് മേ ബി ഡിഫറെൻ്റ്ലി ഇൻ്റർപ്രറ്റഡ് ബൈ ഡിഫറെൻറ്റ് യൂസേഴ്സ്. Then change in accounting method. Analysis will be effective if the figure derived from the financial statement are comparable. Due to change in accounting method, we cannot easily undertake the accounting method change. Then pitfalls in inter-firm comparison. Inter-firm comparison വരുന്ന സമയത്ത് we are using different procedures, different records, different objectives and policies, so it may be different. Then price level changes reduce the validity of the analysis. അതായത് continuous and rapid changes in the value of money in the present day economy, it will reduce the validity of the analysis. Then shortcoming of the tool of analysis. There are different tools of analysis available in the analyst. The tool is to be, which tool is to be used for a particular situation depends upon skill, training and intelligence and expertise of the analyst.
ആനലിസ്റ്റ് നല്ല എക്സ്പേർട്ട് ആയാൽ മാത്രമേ നമുക്ക് ഏത് തരത്തിലുള്ള ടൂളാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദീസ് ഓൾ ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് മെയിൻ എക്സാമിന് ഡിസ്ക്രിപ്റ്റീവായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്രിപ്പറേഷനൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവായിട്ട് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വരിക. പക്ഷേ നമ്മളിപ്പോൾ പ്രിലിംസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി പോവാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് അക്കൗണ്ടിങ്ങിൽ അറിയാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് ഇനിയും വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, അതുപോലെ എന്തെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് ആയിരിക്കും നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്